നമസ്കാരം. ഒരുപക്ഷെ കേരളത്തെ ഒന്നാകെ ഞെട്ടിക്കുന്ന ഒരു വലിയ വാർത്തയായിരുന്നു EVM ഹാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്ത് നിങ്ങൾക്ക് അനുകൂലമായി റിസൾട്ട് ഉണ്ടാകാം, പക്ഷേ പണം നൽകണം എന്ന് പറഞ്ഞുകൊണ്ടൊരു വലിയ പരാതി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ സംസ്ഥാനത്തെ പിടിച്ചു കുലുക്കിയിരുന്നു. അതായത് നമുക്ക് EVM എന്ന് പറയുന്ന സംഗതി ഏതെങ്കിലും ഒരു തരത്തിൽ ഹാക്ക് ചെയ്യുകയോ അങ്ങനെ ഹാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വോട്ട് ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു UDF ആണ് അങ്ങനെ ഹാക്ക് ചെയ്യാൻ നിർദ്ദേശം നൽകി അങ്ങനെ ഹാക്ക് ചെയ്യുമ്പോൾ UDFന് അനുകൂലമായ രീതിയിൽ വോട്ട് വീഴും. അത് സ്വാഭാവികമായി നടക്കുന്നൊരു പ്രക്രിയയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ചെയ്തു തരാം, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് പണം തന്നാൽ മതി എന്ന് പറയുന്നതുകൊണ്ട് ഒരു വിഭാഗം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ EVM ഹാക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സാധന സാമഗ്രിയാണ്, ഒരു സുരക്ഷിതത്വമില്ലാത്ത ഒന്നാണ് EVM എന്നൊരു ഖ്യാതി പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന നേതാവും കാസർഗോഡ് MPയുമായ അദ്ദേഹം ഈ പറയുന്ന കാസർഗോഡ് വെച്ച് നടന്ന ഒരു പൊതു പരിപാടിയിൽ വെച്ചിട്ട് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങൾ സാക്ഷിയായി സമർപ്പിക്കുന്ന ഒരു പരാതി നമ്മുടെ ചെന്നിത്തലയുടെ കയ്യിൽ കൊടുത്തിരുന്നു. എന്നാൽ ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ചെന്നിത്തല ആ പരാതി ഏകദേശം ഒരാഴ്ചക്കാലമായി കയ്യിൽ വെച്ച് തള്ളുകയായിരുന്നു. എന്തുകൊണ്ടാണ് EVM ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു പരാതി, അതും സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട കാസർഗോഡ് MP ആയിരിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ നൽകിയിട്ട് അതിന് വേണ്ടത്ര പരിഗണന നൽകി അത് ജില്ലാ ഓഫീസറെ അല്ലെങ്കിൽ ജില്ലാ പോലീസ് മേധാവിയെ ഏൽപ്പിക്കാഞ്ഞത് എന്ന് പറയുന്ന ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ഒരു തരത്തിൽ ഇപ്പോഴാണ് അതിന് പെട്ടെന്നൊരു നടപടി സ്വീകരിച്ചിട്ട് അതിൻ്റെ അന്വേഷണ ചുമതല ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരമാണ്. അതായത് ഇതിനെക്കുറിച്ച് സൈബർ ഓപ്പറേഷൻസ് IGP പ്രകാശിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ ചുമതല നൽകിയതായ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പം അതിന് കാരണം രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി ഉയർത്തി ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പം ഈ പരാതിയെക്കുറിച്ച് അടിമുടി അന്വേഷണം നടത്തണം എന്നുള്ളതാണ്. അതായത് ഇങ്ങനെ ഒരു വിവരം ഉയർന്നു വന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിമുടി അന്വേഷണം, അതായത് കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിവാദം ഉണ്ടായില്ലേ, അപ്പോൾ അതുപോലെ ആയിരുന്നു അല്ലെ, അതുപോലെ ഒരു അന്വേഷണം നടത്തുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അടിമുടി അന്വേഷിക്കുക, അല്ലാതെ ഈ മുക്കും മൂലയും അന്വേഷിച്ച് ഒരു തീർപ്പ് കൽപ്പിച്ച് ഒരാളെ കുറ്റക്കാരനാക്കുന്നതിനപ്പുറത്തേക്ക് അതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ, അതായത് അങ്ങനെ EVM ഹാക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളിടം മുതൽ EVM ഹാക്കിങ്ങിന് വേണ്ടിയിട്ട് ഈ രീതിയിൽ കള്ളപ്രചരണം നടത്തിയതാണെങ്കിൽ അതിന് അങ്ങനെ പ്രചരണം നടത്തിയവർക്കെതിരായി നടപടിയെടുക്കണം. ഇനി അതല്ല ഹാക്ക് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെതിരായി ഉള്ള നടപടികൾ മുന്നോട്ട് പോകണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ്. അതായത് അടിമുടി അന്വേഷിച്ചുകൊണ്ട് അതിന് കൃത്യമായ ഒരു റിസൾട്ട് പൊതുജന സമക്ഷം കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പരമോന്നത നേതാവായ രാഹുൽ ഗാന്ധി രാജ്യത്ത് ഉടനീളം നടന്നുകൊണ്ട് EVM ഹാക്കിങ്ങിനെ കുറിച്ചും വോട്ട് ചോരി അടക്കമുള്ള പരിപാടി BJP നടത്തുന്നു എന്നതിനെക്കുറിച്ചും ശക്തമായി ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അതായത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ്, ബീഹാർ തെരഞ്ഞെടുപ്പ്, അങ്ങനെ നിരവധി തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോഴും അദ്ദേഹം ഉയർത്തിക്കൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന് ഇതുതന്നെയായിരുന്നു. നമുക്കറിയാം, രമേശ് ചെന്നിത്തലയ്ക്ക് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല അദ്ദേഹത്തിന്, കോൺഗ്രസിൻ്റെ ചുമതല അദ്ദേഹത്തിനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം അവിടെ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് അടിമുടി പൊട്ടി തകർന്ന് നാശമായി നിന്ന സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തല പറഞ്ഞത് EVM ഇവിടെ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള ഒരു വലിയ വിവരം അന്ന് രമേശ് ചെന്നിത്തല പുറത്തേക്ക് വിട്ടിരുന്നു. ഇതിൻ്റെയൊക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ പിടിച്ചുകൊണ്ടാണ് ശരിക്കും നമ്മുടെ രാഹുൽ ഗാന്ധി ഒരു ഓഡിയോ വിഷ്വൽ അടക്കമുള്ള കാര്യങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് പത്രസമ്മേളനം വിളിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ദേശീയ തലത്തിലുള്ള ഒരു നിലപാട് തന്നെ EVM എന്ന് പറയുന്നത് അട്ടിമറിക്കാൻ കഴിയുന്ന ഒരു വസ്തുവാണെന്നും അതിലൂടെ വോട്ടുകളെല്ലാം BJPക്ക്, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മേൽ സ്വാധീനമുള്ള BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി മുക്കിക്കൊണ്ടു പോകുന്നു, അനധികൃതമായി കൊണ്ടുപോകുന്നു എന്നുള്ളതുമാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് ഉയർത്തുന്ന ഏറ്റവും വലിയ ഒരു മുദ്രാവാക്യം. അപ്പോൾ കേരളത്തിൽ ഇങ്ങനെ ഒരു വോട്ട് മോഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് EVM ഹാക്ക് ചെയ്ത് വോട്ട് മോഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പുതിയ തന്ത്രം ഇവിടെ മെനയുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി പണം മുടക്കുകയോ പണം ആവശ്യപ്പെടുകയോ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് എത്രത്തോളം കുറ്റകരമായ ഒരു അനാസ്ഥയായി മാറുമെന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടാൻ ഇടയുള്ളത് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ വിജയം തന്നെയല്ലേ? കാരണം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ കേരളത്തിൽ കോൺഗ്രസിന് ഒരിക്കൽ പോലും ലഭിക്കാൻ സാധ്യതയില്ലാത്ത അത്രയും ഭൂരിപക്ഷം നേടിക്കൊണ്ട് തന്നെയാണ് ഇത്തവണ കോൺഗ്രസ് അധികാരത്തിൽ വന്നിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്, അല്ലെങ്കിൽ ഒരു ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട്. ഇതിൽ നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ, എന്താണ് ഇവിടെ EVM അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ടോ?
ഇനി ഉണ്ട് എന്നുള്ളതാണ് ഉത്തരമെങ്കിൽ നമുക്ക് ചില ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായ ഉത്തരം കിട്ടേണ്ടി വരും എന്നുള്ളതാണ്. അതായത് വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഇക്കാലം അത്രയും, അതായത് അദ്ദേഹം പ്രതിപക്ഷത്തിരിക്കുന്ന കാലത്തെക്കുറിച്ചാണ് പറയുന്നത്, അക്കാലം അത്രയും അദ്ദേഹം പറഞ്ഞുകൊണ്ട് കടന്നത് UDF-ന് 100-ലധികം സീറ്റുകൾ നേടാൻ കഴിയും എന്നുള്ളതാണ്. ഇനി അഥവാ 100-ലധികം സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്നുള്ള കാര്യം എല്ലാ മാധ്യമങ്ങളുടെ മുമ്പിലും അദ്ദേഹം ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ആദ്യഘട്ടത്തിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചു രമേശ് ചെന്നിത്തല വി ഡി സതീശൻ മിക്കവാറും രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് കരുതി. കാരണം പലപ്പോഴും ഒരു ഇടത് തരംഗം എവിടെയൊക്കെയോ വീശിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു. അല്ലാതെ ഒരു ഭരണവിരുദ്ധ വികാരത്തെ ആഴത്തിൽ കത്തിക്കാനോ വിശാലമായൊരർത്ഥത്തിൽ കൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാനോ ഒന്നും UDF വിജയിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നില്ല. അതോടൊപ്പം തന്നെ UDF-ൻ്റെ എക്കാലത്തെയും അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു മങ്ങൽ ഉണ്ടാക്കുന്ന രീതിയിലാണ് വയനാട് പുനരധിവാസ ഫണ്ട് തട്ടിപ്പ് കേസ് അവരുടെ തലയിലേക്ക് വന്ന് വീഴുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മുടെ കെ കരുണാകരൻ്റെ സ്മാരക മന്ദിരം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ അതിനുവേണ്ടി പിരിച്ച ഫണ്ട് പോയത്. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസും പിരിച്ച പണം എവിടെയെന്നറിയാൻ വയ്യാതെ കൈകാലിട്ടടിക്കുന്ന സമയം. അപ്പോൾ എല്ലാം കൊണ്ടും കേരളത്തിൽ കോൺഗ്രസിന് എതിരായ ഒരു വികാരം സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യം നിലവിലുണ്ടായിരുന്നിട്ട് കൂടി വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി 100 സീറ്റ് എന്ന് പറയുന്ന കൃത്യമായ ഒരു അജണ്ടയിൽ പിടിച്ചു തൂങ്ങി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കതറിയാം. എന്നില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. അതുകൊണ്ടാണ് വി ഡി സതീശൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് കൂടുതൽ ആൾക്കാരും വിശ്വസിച്ചത്. എന്നാൽ പിന്നീട് അദ്ദേഹം വീണ്ടും പറയും 100 സീറ്റ് എന്ന് പറയുന്ന അതിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും പിന്നീട് 2 കാര്യങ്ങൾ കൂടി അദ്ദേഹം ചേർത്ത് വെച്ചു. അതിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ 1 ഡസനോളം വരുന്ന മന്ത്രിമാർ പരാജയപ്പെടും എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ഒരു കാര്യം. അതായത് 1 ഡസനോളം വരുന്ന മന്ത്രിമാർ കേരളത്തിൽ പരാജയപ്പെടും. അതായത് കേരളത്തിൽ അതുവരെ ഉണ്ടായിരുന്ന മന്ത്രിമാരുടെ എല്ലാം പ്രാധാന്യം കുറയുകയും അവരൊക്കെ രാജിവെക്കുകയും ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് ഇത്തവണ വിജയിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ കേരളത്തിൽ കഴിഞ്ഞ കാലത്ത് ഏറ്റവും അധികം പെർഫോമൻസ് നടത്തിയിട്ടുള്ള മന്ത്രിമാരാണ് ഈ പറയുന്ന പലരും, അതായത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട പലരും. അങ്ങനെ അത് മാത്രമായിരുന്നില്ല അദ്ദേഹം പിന്നീട് പറഞ്ഞത് 3 ജില്ലകളിൽ ക്ലീൻ സ്വീപ്പ് എന്ന് പറയുന്ന 5 ജില്ലകളിൽ ക്ലീൻ സ്വീപ്പ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നു. അപ്പം ഇങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യം, അതായത് അദ്ദേഹം പറഞ്ഞ വി ഡി സതീശൻ എന്ന് പറയുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി സംസ്ഥാനത്ത് നടന്നു എന്നുള്ളതാണ്. ഇത്ര കൃത്യമായിട്ട് എങ്ങനെയാണ് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു നേതാവിന് പറയാൻ കഴിയുക എന്നുള്ള കാര്യം സ്വാഭാവികമായും എല്ലാവരുടെയും പൊതുജനത്തിൻ്റെ മനസ്സിലൊരു സംശയത്തിൻ്റെ തിരി കൊളുത്തി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, സംശയവുമില്ല. അപ്പോഴാണ് തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞു, സർക്കാർ അധികാരമേറ്റ് കഴിഞ്ഞപ്പോഴാണ് EVM ഹാക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം തട്ടിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നൊരു കേസ് പുതുതായി ഉയർന്നു വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന് സത്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ആവശ്യമാണ്. അതായത് നിലവിൽ പറഞ്ഞാൽ കേരളത്തിൽ അങ്ങനെ സംഭവം EVM ഹാക്ക് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് BJP അല്ല അത് ഹാക്ക് ചെയ്തത് എന്ന് 100% ഉറപ്പാണ്. BJP അങ്ങനെ EVM ഹാക്ക് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായും കേരളത്തിൻ്റെ ബാക്കിയുള്ള ഇടങ്ങളിൽ, അതായത് നേമവും കഴക്കൂട്ടവും ചാത്തന്നൂരും അല്ലാതെ മറ്റ് പല മണ്ഡലങ്ങളിലും BJP ജയിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. എന്തിനെ ഏറെ പറയുന്ന നമുക്കറിയാം, ഉദുമ മണ്ഡലം പോലും മഞ്ചേശ്വരത്ത് പോലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ നിസാരമായ വോട്ടിന് പരാജയപ്പെട്ട കെ സുരേന്ദ്രൻ അവിടെ ഏറ്റവും പിന്നിലേക്ക് തള്ളപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. നിരവധി വോട്ടുകൾക്ക് പിന്നിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒരു പൊതു സാഹചര്യം പരിഗണിച്ച് നോക്കുമ്പോൾ കെ സുരേന്ദ്രൻ അവിടെ സ്വാഭാവികമായും വിജയിക്കേണ്ട സാഹചര്യം ഉള്ളതാണ്. എന്നിട്ട് കൂടി കെ സുരേന്ദ്രൻ പിന്നിലേക്ക് പോയി എന്നുള്ളത് നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ EVM ഹാക്ക് നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഗുണകരമായിട്ടുള്ളത് മിക്കവാറും അല്ലെങ്കിൽ പൂർണ്ണമായും ഈ പറയുന്ന കോൺഗ്രസ്സിന് അല്ലെങ്കിൽ UDF-നാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ലീഗ് ഒഴികെയുള്ള ലീഗ് മത്സരിക്കാത്ത പല മണ്ഡലങ്ങളിലും അത്തരത്തിലുള്ള ഒരു അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കേണ്ടി വരും. അപ്പം ഇങ്ങനെയുള്ളൊരു സാഹചര്യം ഉള്ളത് കൊണ്ടാണോ രമേശ് ചെന്നിത്തല ഇത്രയും നാൾ ഈ പറയുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ പോലും നൽകിയിട്ട് പോലും ആ പരാതി പരിഗണിക്കാതിരുന്നത് എന്ന് സംശയിക്കേണ്ടി വരും. എന്നിട്ട് ജില്ലാ മേധാവിക്ക് നൽകുകയോ P പ്രശാന്തിനെ പോലെയുള്ള ഒരു ആളിന് വളരെ പെട്ടെന്ന് ഈ ഹൈടെക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൈബർ ഓപ്പറേഷൻസ് IG ആണ് അദ്ദേഹത്തിന് ഈ പരാതി ഇപ്പോൾ ഈ വിവാദമായി മാധ്യമങ്ങളൊക്കെ ഇത് ചർച്ച ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഈ പരാതി എടുത്തിട്ട് രമേശ് ചെന്നിത്തല അങ്ങോട്ട് കൊടുക്കുന്നത്. അതേസമയം എന്തുകൊണ്ടാണ് ഈ ഒരാഴ്ചക്കാലം ഈ പരാതി രമേശ് ചെന്നിത്തല ഹോൾഡ് ചെയ്തത്?
കയ്യിൽ വെച്ചുകൊണ്ടിരുന്നത് എന്ന് പറയുന്ന ഒരു ചോദ്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയേണ്ടത് തീർച്ചയായും രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവ് തന്നെയാണ്. എന്തുകൊണ്ട് അത് ഹോൾഡ് ചെയ്തു? ആരെ ഭയന്നിട്ട് ഹോൾഡ് ചെയ്തു? അഥവാ ഇനി അത് ഹോൾഡ് ചെയ്യാതെ അതിൻ്റെ അന്വേഷണം ശരിയായ ദിശയിൽ നടക്കുകയാണെങ്കിൽ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു വമ്പൻ പിടിയിലാകും, അല്ലെങ്കിൽ കുഴപ്പത്തിലാകും എന്ന് തോന്നൽ ഈ രമേശ് ചെന്നിത്തലയെ പോലെ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കുണ്ടോ എന്നുള്ള കാര്യമൊക്കെ അറിയേണ്ടതല്ലേ? ഇനിയും നമുക്ക് ഉറപ്പില്ല. കാര്യം രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണം സർക്കാരിനെതിരായി നടക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു പ്രതീക്ഷയുമില്ല എന്നുള്ളത് വാസ്തവമല്ലേ? കഴിഞ്ഞ ദിവസം പുനർജനി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതിക്കാരൻ ഉന്നയിച്ച എല്ലാ തെളിവുകളും അടക്കം ഹാജരാക്കി കോടതി പോലും തള്ളിക്കളയാത്ത ഒരു കേസിൽ വിജിലൻസ് അന്വേഷണത്തിൻ്റെ ഏറ്റവും ഒടുവിൽ VD സതീശന് ക്ലീൻ ചിറ്റ് നൽകിയ ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു കേസിലും വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം.